ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹാബ്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് ഏറ്റവും അടിപൊളിയായി നിങ്ങൾക്കൊരു സ്ലീപ്പ് ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പ്ലാൻ. നമ്മൾ എത്ര മണിക്ക് ഉറങ്ങണം എന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്ലീപ്പ് ബെറ്റർ ആക്കാം. അപ്പം ചിലക്ക് നമ്മളൊരു 12 മണിക്കൊക്കെ ഉറങ്ങാൻ ശീലമുള്ള ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ 11 മണിക്കോ 10 മണിക്കോ ഉറങ്ങാമെന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ പ്ലാൻ സ്ലോലി 12 മണി ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആഴ്ചക്കുള്ളിൽ അതിനെ നമുക്ക് 11 മണിയാക്കാം, 11 മണി നമുക്ക് മാറ്റി 10:30 ആക്കാം, 10 ആക്കാം. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്ന് 10:30 അല്ലെങ്കിൽ 12 നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനോട് ചേർന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിന്നർ മാക്സിമം നേരത്തെ ആക്കുക. ഡിന്നർ നേരത്തെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷനൊക്കെ നേരത്തെ നടന്ന് നമ്മുടെ ബോഡി ഈ ഒരു സ്ലീപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർ ആവും. അപ്പോൾ ഡിന്നർ നേരത്തെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലീപ്പിൽ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ യു ക്യാൻ ഹാവ് മിൽക്ക് ഓർ ബനാന. മിൽക്കിലും ബനാനയിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മെലറ്റോണിൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ സ്ലീപ്പിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ഇനിയല്ല നിങ്ങൾക്ക് നല്ല സ്ലീപ്പിൽ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറെയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മെലറ്റോണിൻ കണ്ടൻ്റ് ഉള്ള നിങ്ങൾക്ക് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കുറച്ച് ദിവസം നിങ്ങളുടെ ഒരു സ്ലീപ്പിന് മുന്നേ ആ പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ടിപ്പ് എന്നുള്ള പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിന്നറിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് കുറച്ചൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു ഹിമാലയൻ റോക്ക് സാൾട്ട് പോലെ അല്ലെങ്കിൽ അങ്ങനെ റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ലൂക്ക് വാം വാട്ടറിൽ നിങ്ങളൊരു ബാത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സ്ലീപ്പിലേക്ക് പോകാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉറങ്ങുന്നതിൻ്റെ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 അവർ മുതൽ നമുക്കൊരു അലാറം കീപ്പ് ചെയ്തിട്ടോ സെറ്റ് ചെയ്തിട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം. കംപ്ലീറ്റ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക. സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 10:30 അലാറം വെക്കുകയാണ്, ലൈക്ക് ഒരു 11:30-12 മണിക്ക് നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ അലാറം കേട്ട് നമ്മൾ ലാപ്ടോപ്പും ഫോണും ടി വിയും ഒക്കെ മാറ്റി വെക്കും. പക്ഷേ പിന്നെ നമ്മൾ ഫോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നാളത്തെ അലാറം വെക്കാൻ വേണ്ടിയിട്ട് ആ പ്രവണത മാറ്റാൻ വേണ്ടിയിട്ട് നാളെ രാവിലത്തെ അലാറവും സെറ്റ് ചെയ്ത് ഈ അലാറം ഓഫ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻ ടൈംസ് കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ എന്താ സെൻസ് ചെയ്യുന്നത്, നമ്മൾ ഉണർന്നിരിക്കണം എന്നാണ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലീപ്പിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെല്ലാവരും തന്നെ ഫോണിൽ നോക്കിയിട്ട് ഉറങ്ങുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മളെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിനെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്ലി നമ്മൾ ആ ഫോണും സ്ക്രീനും ലാപ്പും കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീപ്പിലേക്ക് പോകാൻ കുറേ കൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതും നമ്മൾ ഈ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ബെറ്റർ നിങ്ങൾ കിടക്കയിൽ പോയി കിടക്കാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റൂമിലൂടെ നടന്ന് കളിക്കാം. നിങ്ങൾക്ക് ബ്രെയിനിൽ കൗണ്ട് ചെയ്യാം, 1 to 100 വരെ കൗണ്ട് ചെയ്യാം, റിവേഴ്സ് കൗണ്ട് ചെയ്യാം 100 to 1 വരെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാം 1 3 5 7 അങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കുക. അതിനെ റിവേഴ്സ് കൗണ്ട് ചെയ്യുക. കാരണം ബ്രെയിനിന് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ സ്ലീപ്പിലേക്ക് നമുക്ക് സ്ലീപ്പ് വേസ് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. വീട്ടിൽ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാം. നമ്മുടെ പില്ലോയും ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഉറങ്ങാനുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബൈബിളോ രാമായണോ ഖുറാനൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതൊക്കെ റിതമിക്കിലാണ് വരുന്നത്. നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിലും പക്ഷേ നമുക്ക് റിതമിക് ആയിട്ടുള്ളൊരു റീഡിങ് വരുന്നതുകൊണ്ട് അത്തരം റീഡിങ്സ് ഒക്കെ നിങ്ങളെ സ്ലീപ്പ് വേസ് കൊണ്ടുവരാനും നിങ്ങളെ ഉറങ്ങാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യു ക്യാൻ റിലേ ഓൺ സച്ച് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. അല്ലെങ്കിൽ സുഡോക്കോ പോലത്തെ ഗെയിംസുകളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ് ഫോണിൽ ചെയ്യാനല്ല, ന്യൂസ് പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കും. ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം, നമുക്ക് ആ സ്ലീപ്പിലേക്ക് നേരത്തെ പോകണം എന്നുള്ളതും നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളതും. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പറയാം. ഒന്നെന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുക, നിങ്ങൾ ഏതൊരു സമയത്താണ് ഉറങ്ങുന്നതെന്നുള്ളത്. രണ്ടാമത്തത് ഡിന്നർ നേരത്തെ ആക്കിയിട്ട്, അതേപോലെ തന്നെ ഡിന്നർ ലെസ് സ്പൈസിയും ഒരു ഹെവി ആയിട്ടുള്ള ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ കഴിക്കാൻ നോക്കുക. പാല് ബനാന അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ടൈംസ് മാക്സിമം കട്ട് ഡൗൺ ചെയ്യുക. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ആയിരിക്കുക ഉറങ്ങാൻ വേണ്ടിയിട്ട്. ബ്ലാങ്കറ്റ്സ് ബെഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട്
റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ആഡ് ഓൺ ടിപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് ഓർ 3 മിനിറ്റ്സ് നിങ്ങൾ പുറത്തിറങ്ങി വെയിലിനോട് എക്സ്പോസ് ചെയ്യുക. ആ ലൈറ്റ് നമ്മളെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത്, ശരീരത്തിലേക്ക് അടിക്കുന്ന സമയത്ത് ബ്രെയിൻ സെൻസ് ചെയ്യും ദിസ് പേഴ്സൺ ഈസ് ഗെറ്റിംഗ് അപ്പ്, ഇയാൾ വെയ്ക്കായി എന്നുള്ളത്. അപ്പോൾ എപ്പോഴും അതേ പാറ്റേൺ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതും സ്ലീപ്പ് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10:30 ഉറങ്ങി രാവിലെ ഒരു 6:30-7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ ബ്രെയിനും നല്ല സുഖമായിരിക്കും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ കൊണ്ടുവരിക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതേപോലെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നില്ല എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് സ്ലീപ്പിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസൾട്ട് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക. ചില സമയത്ത് നമുക്ക് മെഡിസിൻ ആഡ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ ഹെൽപ്പ് എടുക്കുക, നല്ലൊരു സ്ലീപ്പ് ലൈഫിൽ കൊണ്ടുവരിക. നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഉള്ളവരാണ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ കീപ് വർക്കിംഗ് ഓൺ ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.